എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, പേര് മാറ്റാത്ത എന്താ, ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്ന എന്താ? ഞാൻ പേരും മാറാനും മതം മാറാനും ഒന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല, ഞങ്ങളും പഠിപ്പിക്കുന്നില്ല. അപ്പൊ പേരും മതവും മാറ്റുന്ന ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. ഈ പുസ്തകം 2002 എൻ്റെ കരങ്ങളിലെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെയും പലതവണ ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തിട്ടും ഈ പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് പോലും പാസ്റ്ററെ ഒരൊറ്റ പേപ്പറിൽ പോലും മതം പഠിപ്പിക്കാത്തൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഒരു വാദത്തിന് കാട്ടാക്കടക്കാർ മേടിച്ച് വായിക്കേ, ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരൊറ്റ പേപ്പറിൻ്റെ അകത്തെങ്കിലും മതം പഠിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടാൽ അന്ന് ഈ പരിപാടി നിർത്താൻ ഞാൻ തയ്യാറാണ്. പബ്ലിക്കായിട്ട് ലൈവിലാണ് പറയുന്നത്. ബൈബിൾ ലോകത്തോട് പഠിപ്പിക്കുന്നത് മതത്തെക്കുറിച്ചല്ല, പിന്നെന്താ, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ ലോകത്തോട് പഠിപ്പിക്കുന്നത്. സൃഷ്ടാവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതാണ് ബൈബിൾ മനുഷ്യനെ പഠിപ്പിക്കുവാൻ ആശിക്കുന്നത്. അതിൻ്റെ കാര്യം അറിയുവാൻ ഞാൻ ഈ പുസ്തകം 2002 മുതൽ വായിക്കുക. 22 വർഷത്തോളമായി ഇന്നും പഠിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടും ഇരിക്കുന്ന പുസ്തകമായത്. ഈ പുസ്തകം 2002 മുതൽ ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയ സമയം മുതൽ ചോദ്യങ്ങളും കൂടി ഇങ്ങനെ വരിക. ഇപ്പം പല ആളുകളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തിനാടാ ക്രിസ്ത്യാനി ആയതെന്ന് ഇന്നും പാപ്പാട് ആളുകൾ ആദ്യം കണ്ടാൽ ചോദിക്കുന്നത് നല്ലൊരു മതം വിട്ടുപോയി എന്നുള്ളതാണ്. ശരി, അവർ പറയുന്നത് ശരിയാ. കാരണം ചെറിയ പ്രായത്തിലെ തൊപ്പിയിട്ട് മദ്രസയിൽ പറഞ്ഞു വിട്ടത് മതം പഠിക്കാനാണ്. അത് മതം തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. മതം പഠിക്കാൻ തന്നെയാണ്. പ്രസവിച്ച തള്ളയും ജനിപ്പിച്ച അപ്പനും മതം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഒന്നാം സ്ഥാനത്ത് ലക്കും ദീനുക്കും വലിയ ദീൻ, അവനവൻ്റെ ദീൻ തന്നെയാണ് വലുത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് മദ്രസയിൽ പഠിച്ചത്. സത്യമാണ്. പക്ഷേ ഈ പുസ്തകം കയ്യിലെടുത്തപ്പോൾ ഇതിൻ്റെ അകത്ത് മതമില്ല, അതുകൊണ്ടാണ് ഇത് ചേർത്ത് പിടിച്ചത്. അപ്പം എന്തിനാടാ നല്ലൊരു മതം വിട്ടുപോയെന്നിങ്ങനെ ചോദ്യമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ വേറൊരു ചോദ്യമുണ്ട്. ക്രിസ്ത്യാനി ആയത് പോട്ടെ, ഇപ്പം എന്തായാലും പോയി ഇച്ചിരി മര്യാദ ഉള്ള പള്ളിയിൽ പൊക്കൂടായിരുന്നു എന്നാണ് പിന്നെ ചോദിക്കുന്നത്. അതിന് മര്യാദ ഉള്ള പള്ളി തന്നെ, ആകാശമുട്ട ഗോപുരം കെട്ടി നിൽക്കുന്ന പള്ളി, മുറ്റത്ത് ഗ്രാനൈറ്റ് മാർബിൾ ഇട്ട പള്ളി, 10 കാറ് നിരന്ന് കിടക്കുന്ന പള്ളി, ആരാധന കഴിഞ്ഞ് പൂങ്കുല പോലെ ആയിരങ്ങൾ ഇറങ്ങി വരുന്ന, അവിടെ എങ്ങും പോകാതെ ഈ 20-30 പേരിരുന്ന് കൊട്ടിപ്പാടി കലുപുലൂന്ന് അടിക്കുന്നിടത്ത്, അതാണ് ഈ പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം. അപ്പം ഈ അങ്ങനെയുള്ള ആളുകളുടെ ചിന്ത എന്തെന്ന് വെച്ചാൽ, ഈ കുറേ ആളിങ്ങനെ കൂടുന്നതാണ് ദൈവത്തിന് രോമാഞ്ചം എന്നാണ് പലരുടെയും ചിന്ത. ആളുകൾ ഒത്തിരി കണ്ട ഗ്രൗണ്ടൊക്കെ അങ്ങനെ ആകുമ്പോൾ ദൈവം അവിടെ ഇരുന്ന് അങ്ങ് രോമാഞ്ചം കൊള്ളുമെന്നാണ് പലരുടെയും. അങ്ങനെ ആൾ കൂടുന്നതാണ് ദൈവത്തിന് സന്തോഷമെങ്കിൽ ഇപ്പം ബിവറേജിലാണ് ഏറ്റവും കൂടുതൽ ആൾ. പിന്നെ വേറെ പല സ്ഥലത്തും ഉണ്ട്, ഞാൻ പറയുന്നില്ല.